രാമനവമി ഘോഷയാത്രയ്ക്കിടെ ആയുധാഭ്യാസം നടത്തി VHP. ബംഗാളിൽ നടന്ന ഘോഷയാത്രയിലാണ് വാളും വടികളുമായി VHP പ്രവർത്തകർ രംഗത്തെത്തിയത്. ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കൊൽക്കത്ത ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, ഇതിൽ ഏറ്റവും ഗുരുതരമാകുന്നത് കോടതി തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന്. അതിൽ പറയുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോവുകയാണ്. ആയുധ പ്രദർശനം നടത്തി എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് മറ്റു കാര്യങ്ങൾ? രാമനവമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കൊൽക്കത്തയിലടക്കം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ഘോഷയാത്രക്കിടയിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, വലിയ സുരക്ഷയോട് വേണം ഇത്തരം ഘോഷയാത്രകൾ നടത്തണം എന്നുള്ള കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന, ഇന്നലെ രാമനവമിയായിരുന്നു, അതിനോടനുബന്ധിച്ച് ഹൗറയിൽ നടന്നിട്ടുള്ള ആഘോഷത്തിലാണ് ഈ ഘോഷയാത്രക്കിടയിലാണ് VHP പ്രവർത്തകർ ആയുധങ്ങൾ കൈവശം വെക്കുകയും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ആയുധ പ്രദർശനവും അഭ്യാസവും നടത്തുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയയിലടക്കം ഈ ദൃശ്യങ്ങൾ വിവാദമായതിന് പിന്നാലെയും BJP നേതാക്കൾ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതും ഏറ്റവും ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. റാലിയിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ഹിന്ദുക്കൾ അവരുടെ ഇഷ്ടത്തിനാണ് ആഘോഷങ്ങൾ നടത്തുന്നത്, മാത്രമല്ല വിവിധ ക്ഷേത്രങ്ങൾ ഈയിടെയായി തകർക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഘോഷയാത്രയിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ള വിവാദ പരാമർശവുമായി BJP നേതാവ് തന്നെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് യുപിയിലെ പ്രയാഗ്രാജിലും പള്ളിക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് VHP പ്രവർത്തകർ കാവിക്കൊടി വീശുകയും സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ പ്രകോപനപരമായ തരത്തിൽ ഈ രാമനവമി ആഘോഷങ്ങളെ ഒക്കെയും സുരക്ഷയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് VHP പ്രവർത്തകരും സംഘപരിവാറും പോകുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ആശങ്കയായി ഉയരുന്നത്. എന്തായാലും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഈ ആയുധങ്ങൾ ഉയർത്തി കൊലവിളി നടത്തിയ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർക്കെതിരെ ബംഗാൾ സർക്കാർ എന്ത് നടപടിയെടുത്തു? പോലീസ് എന്താണ് ചെയ്തത് അവിടെ? ഇതുവരെയും ഈ പ്രവർത്തകർക്കെതിരെ ഒന്നും ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ ഇതിൽ സംഘാടകർക്കടക്കം നിർദ്ദേശമുണ്ടായിരുന്നു, പോലീസും നിർദ്ദേശം നൽകിയെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ആയുധങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെ അവരെ തടയുവാനോ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയൊരു വീഴ്ച ഇവിടെ സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ചും ഈ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ VHP പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച ഇതുവരെ ഒരു നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല സംഘാടകർക്കടക്കം നിർദ്ദേശം ഉണ്ടായിട്ടും സംഘാടകരും ഈ പ്രവർത്തനത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണം കൂടി വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷയെ ബാധിക്കുന്ന, പ്രത്യേകിച്ചും ഹൈക്കോടതിയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് BJPയും അതോടൊപ്പം സംഘപരിവാർ VHP പ്രവർത്തകർ ഈ രാമനവമി ഘോഷയാത്രയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചതായി മനസ്സിലാക്കുന്നത്. സിജു, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. രാമനവമി ഘോഷയാത്രയ്ക്കിടെ ആയുധാഭ്യാസം നടത്തി VHP. ബംഗാളിൽ നടന്ന ഘോഷയാത്രയിലാണ് വാളും വടികളുമായി VHP പ്രവർത്തകർ രംഗത്തെത്തിയത്.